പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരലോകം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു പരീക്ഷണമാണ്. നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മരണത്തോടു കൂടി നമ്മുടെ ഈ ജീവിതം അവസാനിക്കും. എന്നാൽ ഖബറെന്ന പരലോക ജീവിതം ആരംഭിക്കുകയും ചെയ്യും. ഈ ലോകത്ത് നാം ചെയ്തു പോയ നന്മക്കനുസരിച്ച് രക്ഷയും തിന്മക്കനുസരിച്ച് ശിക്ഷയും ഖബറിലുണ്ടാകും. അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ തൊട്ട് മഹ്ശർ എന്ന വിചാരണ കോടതിയിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ നാം ഹാജരാക്കപ്പെടും. കത്തിജ്വലിക്കുന്ന സൂര്യൻ ഒരു ചാണകലത്തിൽ, തലക്കുമീതെ ഒരു ചാണകലത്തിൽ നിൽക്കുന്ന ആ ഒരു ദിനം, ഒരാളും ഒരാൾക്ക് ഉപകാരം ചെയ്യപ്പെടാൻ കഴിയാത്ത ദിവസം. അന്ന് നമ്മുടെ ഈ ലോകത്ത് നാം ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച്, നന്മയായിക്കോട്ടെ തിന്മയായിക്കോട്ടെ, അതിനെക്കുറിച്ച് രഹസ്യവും പരസ്യവുമായതിനെയെല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിനം. അന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലൂടെ പറയുന്നു, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്ര വെക്കുകയും അവരുടെ കൈകൾ സംസാരിക്കുകയും അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു ദിനം. മറ്റൊരായത്തിൽ ഇപ്രകാരം പറയുന്നു, ഒരു കുറ്റം വഹിക്കുന്ന ഒരു ദേഹവും തന്നെ മറ്റൊന്നിന്റെ കുറ്റം വഹിക്കുകയില്ല എന്ന്. ഒരാളും ഒരാൾക്കും ഉപകാരം ചെയ്യപ്പെടാൻ കഴിയാത്ത ഒരു ദിനം, ഭയാനകമായ ആ ദിനം. അത്രമേൽ അടുത്തറിയുന്ന, അത്രമേൽ അടുത്ത ബന്ധമുള്ള ആരായിരുന്നാലും, മക്കളായിക്കോട്ടെ, ഭാര്യയായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ഒരാളും മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യപ്പെടാൻ കഴിയാത്ത ആ ഒരു ദിനം. എല്ലാവരും യാ നഫ്സി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം രഹസ്യവും പരസ്യവുമായി ചെയ്ത ഓരോ കാര്യങ്ങളും അല്ലാഹു അവിടെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് രക്ഷ കിട്ടണമെന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചു പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോഴും ഒരു മനുഷ്യൻ തന്റെ വലത് ഭാഗത്തേക്ക് നോക്കും, അവൻ ചെയ്തു വെച്ച കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത് തന്നെ, എന്നാൽ മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ അതാ കത്തിജ്വലിക്കുന്ന നരകമല്ലാതെ അവൻ കാണുകയില്ല എന്ന്. ഇത് ഈ ലോകത്ത് തിന്മ ചെയ്ത ആളുകളുടെ അവസ്ഥയാണ്. എന്നാൽ നന്മയിൽ മുന്നേറിയവർക്ക് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയവും ഭാവനയിൽ പോലും ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത അത്രമാത്രം മനോഹരമായ സ്വർഗം അല്ലാഹു അവനെ അനുസരിച്ച് പ്രവാചകനെ പിൻപറ്റി ജീവിച്ച അള്ളാഹുവിന്റെ യഥാർത്ഥ മുത്തഖീങ്ങൾക്ക് അവനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു നമുക്കേവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, അള്ളാഹുവിനെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.